സുഹൃത്തുക്കളെ നമസ്കാരം. ഇതെന്താ എൻ്റെ കയ്യിലിരിക്കുന്നതെന്നാവോ അല്ലേ? ഗുരു ഫിലിമിലെ ഇലാമപ്പഴമാണോ? അല്ല കേട്ടോ, എനിക്ക് വീട്ടിൽ നിന്ന് ലഭിച്ച കൊക്കോക്കായാണ്. ഇത് പൊട്ടിച്ച് ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ പുറന്തോടിന് നല്ല കട്ടിയുണ്ട്, അകമേ നിറയെ കുരുക്കളുണ്ട്. ആ സീഡിന് ചുറ്റുമായിട്ട് ഫ്ലഷ് ആയിട്ട് ഉള്ളൊരു ഭാഗമുണ്ട്. അത് നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. വളരെ നല്ല ടേസ്റ്റുള്ള കായായിരുന്നു ഇത്തവണ എനിക്ക് ലഭിച്ചത്. ഇത് ഒരു വശത്ത് ചെന്നിരുന്ന് സമാധാനത്തോടെ തന്നെ കഴിക്കാമെന്ന് ഞാൻ കരുതി. അതിനായിട്ട് ഞാൻ ഓടുകയാണ്. ഇതിൻ്റെ കുരുക്കളെല്ലാം ഫ്ലഷ് ഞാൻ കഴിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു ദിവസം വെക്കും. 1 അല്ലെങ്കിൽ 2 ദിവസം വെക്കുമ്പോഴത്തേന് അതൊന്ന് ഫെർമെൻ്റ് ആവും. അതിനുശേഷം കഴുകിയ ശേഷം ഞാനിവ ഉണക്കാനിടും 3-4 ദിവസം നല്ല വെയിലത്ത് ഉണക്കി. അതിനുശേഷം വറുത്ത് എടുത്താണ് ഞാൻ കൊക്കോ പൗഡർ ആക്കിയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇതെൻ്റെ ഒരു കൊക്കോ ട്രീ ആണ്. ഇതിൽ നിൽക്കുന്ന ആ കായ് കണ്ടില്ലേ, ഉണങ്ങി നിൽക്കുന്നത്. കുറേയധികം കായകൾ ഇങ്ങനെ ഉണങ്ങി പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഇതും എൻ്റെ അടുത്തൊരു കൊക്കോ ട്രീ ആണ്. ഇതിലും കായകളുണ്ട്. ഇത് പച്ചയാണ് കേട്ടോ, പഴുക്കുമ്പോൾ നല്ല മഞ്ഞ കളറാകും. ഇതിലും കുറേ കായകൾ ഉണങ്ങി നിൽപ്പുണ്ട്. ഇതും എൻ്റെ അടുത്തൊരു കൊക്കോ ട്രീ ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇത് എത്ര എണ്ണമെന്ന്? അത് ഞാൻ നിറയെ നട്ടതാണ് കേട്ടോ. അതും നിൽക്കുന്നത് ഒരു പച്ചയാണ്, പഴുത്ത് വരുമ്പോൾ മഞ്ഞ കളറാകും. ഇത് റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിലാണ് ഞാൻ നട്ടത്. ശരിയായ രീതിയിലാണോ ഞാൻ നട്ടത് എന്നുള്ളതൊന്നും എനിക്ക് വളരെ വലുതായിട്ടൊന്നും അറിയില്ല. അതിൽ കായും ഉണ്ട്, കൂട്ടത്തിലൊരു കിളിക്കൂടും ഉണ്ട്. കിളിയൊന്നും കണ്ടില്ല ഞാൻ. ഇത് അടുത്തൊരെണ്ണം. ആ കൊക്കോയിലാണെങ്കിൽ ഒരു കായം നിൽപ്പുണ്ട് പഴുത്ത്. പക്ഷെ അത് പറിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അടുത്ത ഒരു കൊക്കോ നിൽക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഇതൊക്കെ പോയി എന്നും പറിച്ചെടുത്തൂടെയെന്ന്. ഇത് കണ്ടില്ലേ, ഇവിടേക്കുള്ള പല വഴികളും കുറച്ച് ദുർഘടമാണ്. ഇവിടെ നിന്ന് എനിക്ക് നിരങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താഴെ എത്താം. ഒരാൾ മാത്രം പോകാൻ കഴിയുന്ന ഒരു വഴിയായത്. നിരങ്ങാൻ ശരിയാകത്തില്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ നിരങ്ങി പോകുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ എനിക്ക് ആകെ പേടിയുള്ള ഒരു കാര്യം ചേരയും പാമ്പിനെയാണ്. അതിൻ്റെ കഥ ഞാൻ വഴിയേ പറയാം കേട്ടോ. പണ്ട് കാലത്ത് എനിക്കിതിനെയൊന്നും പേടിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു 3-4 വർഷത്തിനകം സംഭവിച്ച കാര്യങ്ങൾ കൊണ്ടുള്ള ഭയമാണത്. ഇതെൻ്റെ അടുത്ത ഒരു കൊക്കോക്കായാണേ. ഇതിൽ കായൊന്നുമില്ല, സോറി. ഇത് ചെടി, മരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാ കൊക്കോയും ഒരേ സമയത്ത് വെച്ചതാണ്. ഇതും ഒരു കൊക്കോ തന്നെയാണ്. എന്തുകൊണ്ടാണത് വലുതാവാത്തത് എന്ന് എനിക്കറിയില്ല. നേരത്തെ കാണിച്ച കൊക്കോക്കായ എപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ ഉറുമ്പുകൾ കൂടുകൂട്ടിയേക്കാണോ അതോ അവർ തിന്നാനായിട്ടിരിക്കുകയാണോ? അത് അറിയില്ല. ഇനി അവർ തിന്നിട്ടാണോ ഇത് കറുത്തു പോകുന്നത്? അറിയില്ല. ഈ റബ്ബറും തോട്ടത്തിൽ ഞാൻ 50-ലധികം കൊക്കോയുടെ തൈകൾ നട്ടതാണ്. എൻ്റെ കൈക്ക് തഴമ്പ് വരെ വന്നതാണ്. ഇപ്പോൾ ഇവിടെ 25-ൽ താഴെ കൊക്കോ ചെടികളെ കാണുകയുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ നമ്മളുടെ ജീവിതവും അല്ലേ?